ശ്രീ പി കെ നവാസ് ഉണ്ട്. ശ്രീ പി കെ നവാസ്, വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ സമയമൊക്കെ അവസാനിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിനുള്ള അപേക്ഷാ സമർപ്പണം പൂർത്തിയായി കഴിയുമ്പോൾ മലപ്പുറത്ത് മാത്രം 7054 വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാൻ കഴിയാത്ത സാഹചര്യമാണ്. സർക്കാർ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ പി കെ നവാസ്? വിഷയമാണ് നിങ്ങളിപ്പോ ഇന്ന് വാർത്ത ചെയ്യുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മന്ത്രിയുമായി ഉള്ള യോഗത്തിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞതാണ് 7054 പേർക്കും അപേക്ഷിക്കാനുള്ള അവസരം നൽകണം എന്നത്. യഥാർത്ഥത്തിൽ മന്ത്രി ചെയ്യുന്നത് കണക്കുകൾ കൊണ്ട് എങ്ങനെ കടലാസിൽ കണക്കുകൾ കൊണ്ട് എങ്ങനെ എണ്ണം കുറച്ച് കാണിക്കാം എന്ന് പറയുന്നതിലേക്ക് മാത്രമാണ് മന്ത്രി നിലവിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. തെരുവിലിരിക്കുന്ന വിദ്യാർത്ഥികളെ കുറിച്ച് മന്ത്രി ആശങ്കപ്പെടുന്നില്ല. നോക്കൂ, ഇപ്പോ നിങ്ങൾ ഈ സപ്ലിമെന്ററി അപേക്ഷകൾ ക്ഷണിക്കപ്പെട്ടതിൽ തന്നെ 70% മലബാറിൽ നിന്നുള്ള അപേക്ഷകരാണ്. ആ 70% മലബാറിൽ നിന്നുള്ള അപേക്ഷകരിൽ 42% മലപ്പുറത്തു നിന്നുള്ള അപേക്ഷകളാണ്. എന്ന് വെച്ചാൽ മലബാറിൽ മഹാഭൂരിപക്ഷം 70% ആളുകൾക്കും അത് ലഭ്യമായിട്ടില്ല. 3 ഭാഗം ആളുകൾക്കും സീറ്റ് ലഭ്യതയുടെ പ്രശ്നമുണ്ട് എന്നല്ലേ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പകുതിയോളം കുട്ടികൾ അപേക്ഷകരിൽ പകുതിയോളം കുട്ടികൾ മലപ്പുറത്ത് നിന്നുള്ളവരാണ് എന്ന് പറയുമ്പോൾ ഭീകരമാണ് ഈ കണക്കുകൾ. രണ്ടാമത്തെ ഒന്ന്, നിങ്ങൾ തന്നെ ഇപ്പോൾ കണക്കിൽ പറയുന്നു 10,000-ഓളം കുട്ടികൾക്ക് സീറ്റ് കുറവുണ്ട്, സീറ്റ് ലഭ്യമാകാത്തതുണ്ട് എന്ന്. തെറ്റാണ് ആ കണക്ക്. 10,000 അല്ല, 17,000 ഉണ്ട്. ഈ 7054 കുട്ടികളെ കൂടി കൂട്ടിയാൽ 17,000 കുട്ടികൾക്ക് സീറ്റ് ലഭിക്കാത്തതുണ്ട്. യഥാർത്ഥത്തിൽ മന്ത്രി നിരന്തരമായി വിദ്യാർത്ഥികളെ വഞ്ചിക്കുകയാണ്. ഇനി ഇതെല്ലാം പറയുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ പരിശോധിക്കേണ്ടത് ഈ കണക്കുകൾക്കൊക്കെ ഉപപരകമായി അവർ നടക്കുന്ന ഒരു കാര്യം, 50 പേരിരിക്കേണ്ട ക്ലാസ് മുറിയിൽ 65 പേരെ കൂട്ടിയിട്ടാണ് ഈ കണക്കുകൾ പോലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 50 പേരിക്കുന്ന ക്ലാസ് മുറിയിൽ 65 പേരെ ഇരുത്തുന്ന കണക്കുകൾ കൂടി വെച്ചിട്ടാണ് ഇപ്പൊ 17,000 കുട്ടികൾ പുറത്തുണ്ട് എന്ന് പറയുന്നത്. അടിയന്തരമായി മന്ത്രി അധിക ബാച്ചുകൾ അനുവദിക്കാൻ. ശ്രീ പി കെ നവാസ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സാധാരണഗതിയിൽ +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിനുള്ള അപേക്ഷകരുടെ എണ്ണം, അതായത് അപേക്ഷാ സമർപ്പണം ഇന്നലെ വൈകിട്ട് 5 മണിക്ക് പൂർത്തിയായതാണ്. മൊത്തം അപേക്ഷകരുടെ എണ്ണം, ജില്ല തിരിച്ചുള്ള കണക്ക്, ഇതൊക്കെ ICT സെൽ പ്രവേശന പോർട്ടൽ വഴി പ്രസിദ്ധീകരിക്കാറുള്ളതല്ലേ? പക്ഷേ പ്രവേശന പോർട്ടൽ വഴി അത് പ്രസിദ്ധീകരിക്കാതെ അത് വൈകിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ, പുതിയ താൽക്കാലിക ബാച്ച് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ലഭിച്ച അപേക്ഷ കൂടി നോക്കി അനുവദിക്കുമെന്നൊക്കെയാണ് വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ പറഞ്ഞത്. അതിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് നമ്മളൊക്കെ കാത്തിരുന്നത്. പക്ഷേ ഈ കണക്കുകൾ പുറത്ത് വിടാത്ത ഒരു സാഹചര്യമാണ്. ശ്രീ പി കെ നവാസ്, ഇടയ്ക്കൊന്ന് ഫോൺ കട്ടായിരുന്നു. ഞാൻ താങ്കളോട് ചോദിച്ചത് ഈ +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിനുള്ള അപേക്ഷകരുടെ പട്ടിക, അതിനുള്ള എണ്ണം പുറത്തുവിടാതെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുമ്പോൾ ഇന്നലെ വൈകിട്ട് 5-ന് അപേക്ഷാ സമർപ്പണം പൂർത്തിയായതാണ്. ഈ ICT സെൽ പ്രവേശന പോർട്ടൽ വഴി അപേക്ഷകരുടെ എണ്ണം പ്രസിദ്ധീകരിക്കുന്ന ആ ഒരു പതിവിലടക്കം ഇടപെടലുകൾ ഉണ്ടായത് എന്തുകൊണ്ടാകും ശ്രീ പി കെ നവാസ്? പി കെ നവാസിന്റെ ടെലിഫോൺ ലൈൻ കട്ടായിരിക്കുകയാണ്. അദ്ദേഹവുമായി സംഭാഷണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ക്ഷമിക്കുക ശ്രീ പി കെ നവാസ്. ശ്രീ പി കെ നവാസ്, താങ്കൾക്ക് കേൾക്കാമോ? തീർച്ചയായും. നിങ്ങളിപ്പോ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഇത് ആദ്യമായി സംഭവിക്കുന്ന ഒന്നല്ലല്ലോ. നമ്മൾ ഈ തവണത്തെ ഹയർ സെക്കൻഡറി അഡ്മിഷന്റെ കാര്യങ്ങൾ ഓരോന്നെടുത്ത് പരിശോധിക്കുമ്പോൾ മന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തുനിന്ന് ഒരു നിഗൂഢമായ നീക്കം തുടക്കം മുതലേ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ തുറന്നു കാണിച്ചതാണ്. ആദ്യം മന്ത്രി പറഞ്ഞു സീറ്റ് ബാക്കിയാണ് എന്ന്, മലപ്പുറത്ത് സീറ്റ് ബാക്കിയാണ്. പിന്നീട് മന്ത്രി പറഞ്ഞു അവർ +1 മാത്രമല്ല പോവുക, അവർ ITയിലേക്കും മറ്റുള്ള കോഴ്സുകളിലേക്കൊക്കെ പോകാറുണ്ട് എന്ന്. അതും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. പിന്നീട് മന്ത്രി പറഞ്ഞു മലബാറിലെ ഇത്രയധികം കണക്കിൽ ഇത്ര കുറവില്ല എന്ന് പറഞ്ഞ് എണ്ണം കുറഞ്ഞൊരു കണക്ക് പറഞ്ഞു. ഇപ്പോഴാ ഇന്ന് അതും ബോധ്യപ്പെടുകയാണ് ആ പറഞ്ഞതും കളവാണ് എന്ന്. ഈ ഇവരുടെ സൈറ്റിൽ കണക്ക് വരാത്തതിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. ഞങ്ങൾ തുടക്കം മുതലേ പറയുന്നു മന്ത്രി കണക്കുകൾ കൊണ്ട് മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ് ഈ പ്രശ്നത്തെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉയർത്തുന്നത്. ഇപ്പൊ ഈ കണക്കുകൾ പുറത്തുവിടാത്തതിന് വലിയ നിഗൂഢമായ നീക്കമുണ്ട് എന്ന് ഞങ്ങൾ ഇന്നലെ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. എല്ലാ ദിവസവും കണക്കുകൾ പുറത്തുവിടുന്ന ഒരു സംവിധാനത്തിനകത്ത് 5 തീയതി ആകുമ്പോൾ അതിന്റെ 4 തീയതി ഇത് ക്ലോസ് ചെയ്യുമ്പോൾ സമ്മറൈസ്ഡ് ആയ ഒരു കണക്ക് പുറത്തുവിടാൻ സാധ്യമാകാത്തൊരു സാങ്കേതിക വിദ്യയൊന്നും അല്ല കേരള ഗവൺമെന്റിന്റെ കയ്യിലുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് പുറത്തുവിടാത്തതിൽ കൃത്യമായ അജണ്ടയുണ്ട്. ആ അജണ്ട എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കണക്കുകൾ ഇതെങ്ങനെ കുറച്ചു കാണിക്കാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ കണക്കുകൾ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇതിനെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്ന ആലോചന ഗവൺമെന്റ് ഭാഗത്തിൽ നടക്കുന്നു എന്ന് ഞങ്ങൾ ആരോപിക്കുകയാണ്. ഇതൊരു ന്യൂമറിക്കൽ നോൺസെൻസ് ആണ് മന്ത്രി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നത് ശ്രീ പി കെ നവാസ്? 7054 കുട്ടികൾക്ക് പഠിക്കണ്ടേ? അവരുടെ തുടർ വിദ്യാഭ്യാസമാണ് മുടങ്ങി നിൽക്കുക ഇങ്ങനെയാണെങ്കിൽ. 16,998 കുട്ടികൾക്ക് പഠിക്കണം. അവർക്ക് മുഴുവൻ പഠിക്കാനുള്ള അവസരം ഉണ്ടാകണം. ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞു ഞങ്ങൾ നാളെ
കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പുതിയ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പോകുന്നു. കാരണം ഒരേ ഗവൺമെന്റ് രണ്ട് തരത്തിലുള്ള നീതി കാണിക്കുന്നു. ഒരു ഭാഗത്ത് VHSE കുട്ടികളോട് നോൺ ജോയിനിങ് കുട്ടികൾക്ക് അപേക്ഷിക്കാമെന്ന് പറയുന്നു, ഇപ്പോഴത്തെ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിക്കാൻ പാടില്ലെന്ന് പറയുന്നു. അതെന്തിനാണ്? VHSEയിൽ കൂടുതൽ അപേക്ഷ വന്നിട്ടുണ്ട്. VHSE എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറിക്ക് തത്തുല്യമല്ലെന്നും ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് താല്പര്യമുള്ള സബ്ജക്ട് ആണ് എന്നും സമരക്കാർ ഉൾപ്പെടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്തു പറഞ്ഞ സമയത്ത് ഈ VHSE അപേക്ഷകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് VHSEയെ ഉയർത്തി കാണിക്കാനും ഹയർ സെക്കൻഡറി അപേക്ഷകളുടെ കുറവ് കാണിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് ഗവൺമെന്റ് നടത്തുന്നത്. വളരെ നന്ദി ശ്രീ പി കെ നവാസ്. ഈ ആസൂത്രിത നീക്കത്തിനെതിരെ കോടതിയെ സമീപിക്കാനും പ്രതിഷേധിക്കാനും തയ്യാറെടുക്കുകയാണ് വിദ്യാർത്ഥി സംഘടനകൾ. MSF നേതാവ് പി കെ നവാസാണ് നമുക്കൊപ്പം ചേർന്നത്. വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത് അഷ്കർ അലി കരിമ്പ മലപ്പുറത്ത്.